കട്ടിത്താടിയും മീശയും പെട്ടെന്ന് അതും ഒരാഴ്ച കൊണ്ട് തന്നെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുള്ള ഒരു എളുപ്പമാർഗം പറഞ്ഞു തരാം. 100% റിസൾട്ടാണ്. വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഒരു വെള്ളം തയ്യാറാക്കണം. അതിനു വേണ്ടി നമുക്ക് ഒരു ചായച്ചരുവം എടുക്കണം. അതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള അലവേറയുടെ തണ്ട് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഒരു കറിവേപ്പില തണ്ടിൽ നിന്ന് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു. ഇനി അതിനുശേഷം ഇതിലേക്ക് ഉലുവ 3 മണിക്കൂർ കുതിർത്ത ഉലുവ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഉലുവയാണെങ്കിലും കരിഞ്ജീരകമാണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും അലവേറയുടെ തണ്ടാണെങ്കിലും ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 3 ടേബിൾ സ്പൂണാണ് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. മറ്റുള്ള മസാലകളൊന്നും ചേരാത്ത തേയിലപ്പൊടി വേണം ചേർത്ത് കൊടുക്കാൻ. 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1.5 കപ്പ് വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ച് അതൊരു 1/2 കപ്പായി മാറും. അപ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പോലെ അരച്ചെടുക്കണം. ഈ കാണുന്ന ഒരു പരുവത്തിലായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നമ്മൾ അരച്ചതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ കഞ്ഞിവെള്ളമാണ് ചേർക്കേണ്ടത്. ഒരു ദിവസം പഴക്കം ചെന്ന നല്ല കട്ടിയായിട്ടുള്ള പുളിച്ച കഞ്ഞിവെള്ളമുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ചേർക്കുന്നത് ഭൃംഗരാജിൻ്റെ പൊടിയുണ്ടല്ലോ, അതായത് കയ്യോന്നി എന്ന് പറയുമല്ലോ, അതിൻ്റെ പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പച്ചയായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂണാണ് ഭൃംഗരാജിൻ്റെ പൊടി എടുത്തത്. പിന്നെ അതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ പാക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് നൈറ്റാണ് നിങ്ങൾ ഇടേണ്ടത്. ഇപ്പോൾ താടിയിലിടുന്ന സമയത്ത് താടി ഒന്ന് ഷേവ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ത്രെഡ് ചെയ്തിട്ട് വേണം ഈ ഒരു പാക്ക് ഇടാനായിട്ട്. പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുക. രാവിലെ ആകുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഹെയർ ഗ്രോത്ത് വരുന്നത്. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ഹെയർ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഒന്ന് ചെയ്ത്